ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ബിഗിനർ എന്ന നിലയ്ക്ക് ഇതിലും കൂടുതൽ എന്താണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്? എൻ്റെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ജെയ്സൺ. സ്റ്റോറീസ് ബൈ ജെയ്സൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ജെയ്സനാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ക്രിയേറ്റേഴ്സ് ട്രിവാൻഡ്രം മീറ്റപ്പിനെ കുറിച്ച് പറയുന്നതും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനാണ് ശരിക്കും ഈ മീറ്റപ്പിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് മാത്രമല്ല, ചെറിയൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ശരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യം പോകാമെന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് മിനിറ്റ് വരെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, പോണോ വേണ്ടേന്ന് പറഞ്ഞിട്ട്. ഇപ്പം ആലോചിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായിട്ട് മാറിയേനെ. എൻ്റെ നാട്ടിൽ നിന്ന് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് ജസ്ലിൻ, ജെയ്സൺ, പിന്നെ ഗസ്റ്റ് ആയിട്ട് മത്തിക്കാര ചേച്ചി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും ചേച്ചിക്ക് ഒരു നാട്ടുകാരാണെങ്കിലും ഇന്നേ വരെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ മീറ്റപ്പിന് വന്നതുകൊണ്ട് ചേച്ചിയോട് സംസാരിക്കാനൊക്കെ പറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഈ മീറ്റപ്പിൽ വന്ന് പരിചയപ്പെട്ട കുറച്ച് നല്ല മനുഷ്യരെ കുറിച്ച്. ബിഗിനേഴ്സ് ആയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മൊമെന്റോ കൊടുക്കുക, അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഇതിൽ ബിഗിനേഴ്സ് മാത്രമല്ല, കുറേ ഫോളോവേഴ്സ് ഉള്ള അധികം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മനുഷ്യർ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓണം സെലിബ്രേഷൻ ആയിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞിട്ട് കുറച്ച് ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു, കസേരകളി ഉണ്ടായിരുന്നു, സുന്ദരിക്ക് പൊട്ടുതൽ, പിന്നെ കാലിൽ ഈ ബലൂൺ കെട്ടി കളിക്കുന്നവർ. ഒന്നിൽ ഇടപെടാതെ ഇങ്ങനെ മാറി നിന്നതുകൊണ്ട് എന്നെ നോട്ട് ചെയ്തതിൻ്റെ അകത്ത് ഇറക്കിയതാണ്. അതുകൊണ്ട് എന്താ ഞാൻ പൊട്ടി. മറ്റു ചേച്ചി നന്നായിട്ട് കളിച്ചായിരുന്നു, പുള്ളിക്കാരനാട്ടോ ജയിച്ചത്. പിന്നെ അവസാനം അസ്യൂഷ്വൽ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ ആ ദിവസം അങ്ങ് വൈൻഡപ്പ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെന്ന ജെയ്സൺ, അമൽ, പിന്നെ നിതിൻ ചേട്ടൻ, ട്രിവിയൻ ട്രീറ്റ്, ഗോകുൽ, ശബരി ചേട്ടൻ, പിന്നെ എല്ലാവർക്കും എനിക്ക് പേരറിയാത്ത ഒത്തിരി മുകളുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദിസ് മൊമെന്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.